الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു നമ്മെ ഇസ്ലാമിന്റെ നേരായ വഴിയിലൂടെ നയിക്കുകയും ശൈത്വാനിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ ചാനലിന് തുടർച്ച നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനുമുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇരുലോകത്തും വിജയിക്കുന്നവരായി ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കഴിഞ്ഞൊരു ഭാഗത്തിൽ നാം മസ്ദിഹുദ് ദജ്ജാലുള്ള സ്ഥലത്തിന്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ് മനസ്സിലാക്കിയത്. ഈ ഭാഗത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് അവൻ എവിടെയൊക്കെ പ്രവേശിക്കും, എവിടെയൊക്കെ പ്രവേശിക്കില്ല, അവൻ എത്ര കാലം ഫിത്ന നടത്തും തുടങ്ങിയ കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ദജ്ജാൽ എവിടെയൊക്കെ പ്രവേശിക്കും എന്ന് മനസ്സിലാക്കാം. മക്കയും മദീനയുമല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രവേശിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, മക്കയിലും മദീനയിലും മാത്രമാണ് അവൻക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ പ്രവേശിക്കും. ഇതേ ഹദീസിൽ നമുക്ക് കാണാം, അവൻക്ക് മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ കഴിയാത്തത് മലക്കുകൾ വരി വരിയായി നിന്ന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. ദജ്ജാൽ വരുന്നതിന് മുമ്പ് മദീന 3 പ്രാവശ്യം കുലുങ്ങും. അതിൽ മുനാഫിഖുകൾ, കാഫിറുകൾ തുടങ്ങിയവർ പുറംതള്ളപ്പെടും. ഇനി നമുക്ക് അവൻ എത്ര കാലം ഇവിടെ ഫിത്ന നടത്തുമെന്ന് നോക്കാം. അവനിവിടെ 40 ദിവസം ഫിത്ന നടത്തും. ഒന്നാമത്തെ ദിവസം ഒരു വർഷം പോലെയായിരിക്കും, രണ്ടാം ദിവസം ഒരു മാസം പോലെയായിരിക്കും, മൂന്നാം ദിവസം ഒരു ആഴ്ച പോലെയായിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളെ പോലെയായിരിക്കും. അപ്പോൾ ഒരു സംശയം വന്നേക്കാം, ഒരു വർഷവും ഒരു മാസവും ഒരു ആഴ്ചയും ദൈർഘ്യമുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? ഒരു ദിവസത്തെ നമസ്കാരം മതിയോ, അതോ ഒരു കൊല്ലത്തെ നമസ്കാരം വേണം? ദിവസങ്ങളുടെ കാര്യം പറഞ്ഞ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകുന്നുണ്ട്. ഒരു വർഷത്തിനുള്ള നമസ്കാരമാണ്. നിങ്ങൾ കണക്കാക്കി, സമയം കണക്കാക്കി നമസ്കരിക്കണം. അപ്പോൾ മസീഹുദ് ദജ്ജാൽ മക്കയിലും മദീനയിലും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും പ്രവേശിക്കും. അവൻക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് മലക്കുകൾ വരി വരിയായി കാവൽ നിന്നത് കൊണ്ടാണ്. മദീന ദജ്ജാൽ വരുന്നതിന് മുമ്പ് 3 പ്രാവശ്യം കുലുങ്ങും. അതിൽ മുനാഫിഖുകൾ, കാഫിറുകൾ തുടങ്ങിയവർ പുറംതള്ളപ്പെടും. 40 ദിവസം അവൻ ഇവിടെ ഉണ്ടാകും. ഒന്നാം ദിവസം ഒരു വർഷം, രണ്ടാം ദിവസം ഒരു മാസം, മൂന്നാം ദിവസം ഒരു ആഴ്ച. ഇത്തരം ദിവസങ്ങളിൽ സമയം കണക്കാക്കി നമസ്കരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത്. അള്ളാഹു നാം കേട്ടതും മനസ്സിലാക്കിയതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. ഇനി അടുത്തൊരു എപ്പിസോഡിൽ ഇൻഷാ അള്ളാഹ് നാം മനസ്സിലാക്കാൻ പോകുന്നത് തമീമുദ്ദാരിയുടെ സംഭവമാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായ സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തോടെ മാത്രമാണ്. ഈ വീഡിയോ അടിസ്ഥാനമാക്കിയ ഹദീസുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.